അല്ലമീൻ ഒപ്പം അർജുൻ മട്ടന്നൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്കാണ്. അർജുൻ, 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ ഈ രാത്രിയിൽ എല്ലാവരും സുഖമായി ഉറങ്ങിക്കിടന്ന സമയത്താണ് ആദ്യം ഉരുൾവെള്ളം ഒലിച്ച് ഇറങ്ങി വരുന്നത്. 24 മണിക്കൂർ പിന്നിടുകയാണ്. ചൂരൽമലയുടെ ഏത് ഭാഗത്താണ് അർജുൻ ഉള്ളത്? ബിനിൽ, അതുതന്നെയാണ്. ഞാനും അല്ലമീനും ഉള്ളത് ഈ ചൂരൽമല ഈ ടൗണിൽ തന്നെയാണ്. ഈ ടൗണാണ് ഇന്നലെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് ഈ ടൗണിനെ ആകെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ മലവെള്ളം കുതിച്ചു പാഞ്ഞത്. നമുക്ക് തൊട്ടുപിറകിൽ കാണുന്ന ഭാഗത്ത് കൂടിയൊക്കെ തന്നെ മലവെള്ളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് പുഴ. ഈ ഭാഗമൊക്കെ തന്നെ ഒരു ദുരന്ത ഭൂമിയാണ്. ഞാനും അമീനും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നേരത്തെ നമ്മൾ രക്ഷാപ്രവർത്തകരുടെ കൂടെയൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തുമ്പോൾ ഇവിടെ കാര്യമായ ആളുകളൊന്നും തന്നെ ഇല്ല. കൃത്യം 24 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോൾ ചെറിയൊരു മഴ ഈ ഭാഗത്ത് പെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളും ഒക്കെ തന്നെ ബാക്കിയുള്ളൂ, അല്ലേ? ഈ ഇപ്പോഴും പെയ്യുന്ന മഴ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വയനാടിൻ്റെയും ചൂരൽമഴയുടെയും ആ കണ്ണീർ മഴ പെയ്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് നമ്മൾ നേരത്തെ ആശുപത്രിയിൽ നിന്നും അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്നുമൊക്കെ വാർത്ത നൽകിയപ്പോൾ അവിടെ ഈ ബന്ധുക്കളെ അന്വേഷിച്ച് വേണ്ടപ്പെട്ടവരെ അന്വേഷിച്ച് ആളുകൾ വന്നു മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. നമ്മൾ ഈ 2:30 മണിക്ക് ചൂരൽമലയിൽ എത്തുമ്പോൾ നമ്മൾ കണ്ട വാർത്ത, അർജുൻ, ഒരു 2 പേർ നമ്മൾക്ക് ഒപ്പമുണ്ട്. നമ്മൾ വന്ന സമയം മുതൽ ഈ 2 പേർ 2 നായകളാണ്, 2 നായക്കുട്ടികളാണ്. അവരാരെയോ അന്വേഷിക്കുന്നത് പോലെ, അവരാരെയോ പരതി നടക്കുന്നത് പോലെ ഓരോ മുക്കുമൂലകളിലും അന്വേഷിച്ച് പരതി നടക്കുന്നു. ഓരോ ആളുകളും വരുമ്പോൾ അവരുടെ ഓരം ചേർന്ന് അവരുടെ ചാരത്തേക്ക് പോയി നിന്നുകൊണ്ട് പോകുന്നൊരു കാഴ്ച. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു നായ മാത്രമാണ്, മറ്റൊരു നായ തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ 2 പേർ. നമ്മൾ ആശുപത്രികളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മനുഷ്യനെ തിരക്കി, ഉടയവരെ തിരക്കി ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ അതുപോലെ തന്നെ 2 ജീവികൾ കൂടി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരക്കി പരക്കം പായുന്നൊരു കാഴ്ചയാണ്. ഇവിടെ നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ഒരാളുമില്ല. നാളെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവരൊക്കെ കുറച്ചപ്പുറത്ത് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ 2 നായകൾ, ആളുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി ആ 2 നായകൾ ഇവിടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ചൂരൽമലയിൽ ഈ ഒരു ദിവസം പിന്നിടുമ്പോൾ. ഇന്നലെ രാത്രി 1:30-ക്കും 2 മണിക്കും 4 മണിക്കും ഒക്കെ ആയിട്ട് ഈ ഉരുൾപൊട്ടി വരുമ്പോൾ അതിൽ ഒരു ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നാളെ ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് തോന്നുന്നു. ഒരു ജീപ്പ് ഒരു ഭാഗത്തേക്ക് ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ്. ഒരു ജീപ്പല്ല, അത് പൂർണ്ണമായും തന്നെ ഏതാണ്ട് ചളി നിറഞ്ഞ അവസ്ഥയിലാണ്. അത് ഏതാണ്ട് പൂർണ്ണമായും ആ ജീപ്പ് മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ചളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കടകളിലൊക്കെ തന്നെ ചളി നിറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ ചളി നിറഞ്ഞ് അത്തരത്തിൽ ഒരു ദുരന്ത ഭൂമി തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ദുരന്ത ഭൂമി തന്നെയാണ്. അല്പസമയം മുമ്പൊക്കെ ഈ രക്ഷാപ്രവർത്തകരും മറ്റും ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടി ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഈ ഒരു ടൗണിൽ, ചൂരൽമല എന്ന് പറയുന്ന കുറേ ആളുകളുടെ പ്രതീക്ഷയായ ഒരു ടൗൺ, ഒരു പ്രദേശം, ഈ പ്രദേശം ആകെ ഇല്ലാതായിരിക്കുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇത്തരത്തിൽ ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളുള്ള കുറേ കാഴ്ചകൾ മാത്രമാണുള്ളത്. അപ്പോഴാണ് ഈ അല്ലമീൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ വന്നത് മുതൽ നമുക്ക് ചുറ്റും അവർ ആരെയോ തിരയുന്നുണ്ട്. ഈ 2 പട്ടികൾ ഈ ടൗണിൽ എമ്പാടും അവർ ഓടി നടക്കുകയാണ്. അവർ ആരെയൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ചുറ്റും തന്നെ അവരുണ്ട്. നേരത്തെ നിരവധി മൃതദേഹങ്ങളടക്കം കൊണ്ടുപോയത് ഇതുവഴിയാണ്. അപ്പോഴൊക്കെ തന്നെ ഈ 2 നായകളും ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആൾത്തിരക്കൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ ആളുകളൊക്കെ പോയി, ഈ നായകൾ മാത്രം ഇവിടെ ബാക്കിയാവുന്നു. അവർ ഇപ്പോഴും ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെ അവരുടെ ഉടമകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണുന്നത്. നാളെയും രക്ഷാപ്രവർത്തനം തുടരും. പക്ഷെ അപ്പോഴും ഈ ഒരു പ്രദേശം, ഈ ഒരു ടൗണൊക്കെ തന്നെ ഇല്ലാതായത് എത്രത്തോളമാണ് എന്നുള്ള ഒരു ഭീകരമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? തുറച്ചു നീക്കപ്പെട്ടു എന്ന് നമ്മൾ പറയല്ലോ, ഭൂപടത്തിൽ നിന്ന് തുറച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രദേശം ഒന്നടങ്കം ആ ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഏതായാലും നാളെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനി മുകളിലേക്ക്, നമുക്കറിയാം ഇതിൻ്റെ ഒരു എൻ പോയിന്റിലാണ്, ഡെഡ് എൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്കാണ് ഈ അതിൻ്റെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ആഴവും പരപ്പുമൊക്കെ പ്രകടമായിട്ടുള്ളത്. ആ മല മറിഞ്ഞു വന്നതൊക്കെ അവിടെ നിന്നാണ്. അവിടേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല നാളെ ഈ ഹിറ്റാച്ചി വാഹനമൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടി അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട മറ്റു ഉപകരണങ്ങളുമൊക്കെ ആയിട്ട് സൈനിക സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് രക്ഷാപ്രവർത്തകരും NDRFൻ്റെ സംഘവും
സംഘവും ഒക്കെ തന്നെ തൊട്ടപ്പുറത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. മഴ നേരിയ തോതിലുണ്ട്, പക്ഷേ നാളെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളത് അത് രക്ഷാപ്രവർത്തനം എന്നിനി പറയാനാവില്ല. കാരണം ഇനിയുള്ളവരെ എത്രത്തോളം രക്ഷിച്ചുകൊണ്ട് വരാനാകുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു ദിവസത്തിലേറെയായി പാറകൾക്കടിയിൽ മണ്ണിനടിയിൽ പെട്ടുപോയവർ ഇനി ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണോ അർജുൻ? ഈ മേപ്പാടിയിലെ ആശുപത്രിയിലും മറ്റുമൊക്കെ തന്നെ ഏതാണ്ട് ഒരു 11-12 മണിവരെയൊക്കെ തന്നെ നിരവധി ആളുകൾ വന്ന് അവരുടെ ഉറ്റവരെയൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ എവിടെയാണെന്ന് അവർക്കറിയില്ല, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അത്തരം നിരവധി ആളുകൾ ആ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും, ചിലപ്പോൾ ആരൊക്കെയോ ഈ മേഖലയിലൊക്കെ തന്നെ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പലരും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഒരു അത്തരത്തിൽ നിരവധി ആളുകൾ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു രാത്രി പുലരുമ്പോൾ അവരുടെ ഉറ്റവരെ തിരിച്ചു കിട്ടുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ്.